ഈ വ്യോമ പ്രതിരോധ രംഗത്ത് ആ മേഖലയിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടം ഇന്ന് നമ്മുടെ രാജ്യത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. S-400 സുദർശന ചക്രയൊക്കെ ഇന്ന് പാർട്ടാണ്. ഇപ്പോഴത്തെ നമ്മൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് അങ്ങ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടിരുന്ന ആളാണ്, വ്യോമ പ്രതിരോധ രംഗത്ത് തന്നെ കഴിവ് തെളിയിച്ച ഒരാളാണ്. സർവീസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം, വിരമിച്ചതിന് ശേഷം ടാറ്റയിൽ പ്രവർത്തിച്ചു. അപ്പൊ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന ഒരു വിവരം റഷ്യയിൽ നിന്നൊരു പുതിയ ആയുധം, അതായത് അതിനെ നമ്മൾ ഈ തോക്ക് എന്നുള്ള ഇനത്തിലാണ് നമ്മൾ ലളിതമായിട്ട് പറഞ്ഞാൽ പെടുത്തുന്നതെങ്കിൽ അത് വാസ്തവത്തിൽ കൊച്ചു പീരങ്കിയാണെന്നാണ് അറിയുന്നത്. AK-360 വളരെ വിലപിടിപ്പുള്ള ഒരു ആയുധമാണ്. ശത്രുവിന് മേൽ മാരകമായ പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധം കൂടിയാണ്. വ്യോമ പ്രതിരോധ മേഖലയിലാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ AK-360 പ്രത്യേകത? ഇപ്പോ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തില് ശ്രീ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രസംഗത്തില് നമ്മുടെ സുദർശന ചക്ര എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പറ്റി, അതൊരു മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഒന്നോ രണ്ടോ അല്ല, ഒരു 3-4 ലെവല് ലെയേഴ്സിലായിട്ട് നമ്മൾ സെക്യൂരിറ്റി നോക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും അത് പ്രയോഗത്തിൽ വരുന്നത് നമ്മുടെ ഈ മതസ്ഥാപനങ്ങള്, പ്രധാനപ്പെട്ട ഇൻസ്റ്റലേഷൻസ്, ഇപ്പൊ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ, രാഷ്ട്രപതി ഭവൻ പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ ഈ സിഖുകാരുടെ ഗുരുദ്വാര, അമൃത്സറിലെ നമ്മുടെ സുവർണക്ഷേത്രം, താജ്മഹൽ, ഇപ്പൊ ഇങ്ങനെയുള്ള നാഷണൽ മോണ്യുമെന്റ്സ്, ഇതിനൊക്കെ നമ്മൾ ഒരു സുരക്ഷാ ചക്രം നമ്മൾ ഉണ്ടാക്കിയേ തീരൂ എന്നുള്ളതാണ് കാര്യം. കാരണം ഏത് നിമിഷവും ഇതൊക്കെ ആക്രമിക്കപ്പെടാം. അതല്ല, ഈ പിന്നെ ദുര്യോധനന്റെ നമ്മുടെ കഥ പറഞ്ഞ മാതിരി, ദുര്യോധനൻ ശക്തി കുറഞ്ഞത് കൊണ്ട് എവിടെയാണോ ദുര്യോധനന്റെ വീക്ക് പോയിന്റ് അവിടെ മർദ്ദിക്കാനാണ് കൃഷ്ണൻ ഭീമനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ദുര്യോധനൻ ശക്തിമാനാണെങ്കിലും അവന്റെ വീക്ക് പോയിന്റില് മർദ്ദിക്കാൻ പറഞ്ഞിട്ടാണ് ദുര്യോധനെ വീഴ്ത്തുന്നത്. ദുര്യോധനൻ സാക്ഷാൽ ബലരാമന്റെ ശിഷ്യനാണ്. പക്ഷെ അവിടെ തന്ത്രത്തിന് പകരം വീക്ക് പോയിന്റ്, തന്ത്രം കൊണ്ടാണ് അവിടെ തോന്നുന്നത്. അപ്പോൾ നമ്മളൊരു യുദ്ധത്തില് നേരിട്ട് വന്നുള്ള യുദ്ധം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ അവർ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ചതിയിലൂടെ ചെയ്യാനും നമ്മുടെ ശ്രദ്ധിക്കാത്ത പോയിന്റുകളിലോട്ട് കൂടുതൽ നുഴഞ്ഞു കയറാനുമാണ് അവർ ശ്രമിക്കുക. ഇത് മൂലം ഇന്ത്യക്കകത്ത് തന്നെ കലാപം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു എളുപ്പ വഴിയും കൂടെ അവർ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സിഖുകാരുടെ സുവർണക്ഷേത്രം അത് സംബന്ധിച്ച ആ ഒരു ഖാലിസ്ഥാൻ വാദമൊക്കെ ആരാണ് ഫണ്ട് ചെയ്തതെന്നും അത് എന്തുകൊണ്ടാണ് നിന്നതെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ അതിന്റെ പുറത്ത് പാകിസ്ഥാന്റെ കൃത്യമായിട്ടുള്ള കൈകളാണെന്നുള്ളതിന് ആർക്കും സംശയമില്ല. അപ്പോൾ വീണ്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് സെന്റിമെന്റ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവർ തയ്യാറെടുക്കും. കാര്യം നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൾട്ടി ലെയർ സിസ്റ്റം വേണം. മാത്രമല്ല, ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിൽ അവർ ഏറ്റവും കൂടുതൽ അയച്ചത് ഡ്രോണുകളാണ്. ഡ്രോണുകളും അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും, ഡ്രോൺസ്, ആളില്ലാ വിമാനങ്ങളും ആളില്ലാ ഡ്രോണുകളും. നമുക്ക് ഈ വിമാനങ്ങള്, ഇങ്ങനെ ഡ്രോൺസ്, പിന്നെ മോർട്ടാർ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ നമ്മളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു എയർ ഡിഫൻസ് ഗൺ വേണം. അപ്പൊ അങ്ങനെ ഒരു 6 എയർ ഡിഫൻസ് ഗണ്ണിനെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ആർമി ഓർഡർ റഷ്യയിൽ നിന്നാണ്. അത് ഇന്ത്യയുടെ തന്നെ ഒരു പ്രതിരോധ സ്ഥാപനമാണ് അത് പ്രൊക്യൂർ ചെയ്യാനാണ് അവർ ഏൽപ്പിച്ചേക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സ്കീം അനുസരിച്ചിട്ട് അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു കൊടുക്കാനായിരിക്കും അവർ പറയുന്നത്. അതിനും സാധ്യതയുണ്ട്. അതിന് ടെക്നോളജി ട്രാൻസ്ഫറും കൂടെ കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനാണ് അവർ നോക്കുന്നത്. കാര്യം അതായത് നമ്മൾ ആയുധത്തിന് മാത്രമല്ല ആ സാങ്കേതിക വിദ്യക്ക് കൂടി വില കൊടുത്ത് അതിങ്ങ് വാങ്ങുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് സ്ഥിരമായിട്ട് ആവശ്യമാണ്. അപ്പൊ പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഇവിടെ തന്നെ നിർമ്മിക്കാം. കൂടുതൽ എണ്ണം 6 എണ്ണത്തിനാണ് അവർ ഗവൺമെന്റ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റിൽ 3000 30mm അമ്യുനേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ ബുള്ളറ്റ് പോലെയുള്ള സാധനം 30mm ആണ്. ബുള്ളറ്റിനെക്കാളും വളരെ ഒരു മിനി പീരങ്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ഈ കൊച്ചു പീരങ്കി ഏകദേശം 6 സെന്റിമീറ്ററോളം വരും അതിന്റെ ഡയമീറ്റർ. 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വെടിയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു മിനി പീരങ്കിയാണ്. പക്ഷെ അതിന്റെ നമ്പർ ഓഫ് ഫയറിംഗ് ആണ്
ഒരു മിനിറ്റിൽ 3000 എന്ന് പറയുമ്പോഴത്തേക്ക് 3000 റൗണ്ട് അതിൽ ഫയർ ചെയ്യാൻ പറ്റും. 3000 റൗണ്ട് അതിനകത്തുനിന്ന് ഫയർ ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മുടെ ടാർഗറ്റിന് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടായി. അതായത് മാരകമായ പ്രഹരം ടാർഗറ്റ് ഏത് രീതിയിൽ മാനുവർ ചെയ്ത് കഴിഞ്ഞാലും ഈ 3000 വെടിയുണ്ട് ഒരു മിനിറ്റിനകത്ത് അതിന് എത്ര മാനുവർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ ഒരു ദൂരപരിധിയെ കുറിച്ച് എങ്ങനെയാണ്? അത് അതിന്റെ സ്പെസിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. എന്നാലും അത് ഒരു 50 കിലോമീറ്ററോളം നമുക്ക് അത് ട്രേസ് ചെയ്യാൻ. ഇതിന്റെ കൂടെ ബിൽറ്റിൻ റഡാറും റെക്കഗ്നൈസൻസും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇതൊരു ഫുൾ സിസ്റ്റമാണ്. ഇതിപ്പോ 6 അവർ ഇനിഷ്യലി പ്രൊക്യൂർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ S400 ഒരു കൊച്ചു പതിപ്പാണെന്ന് പറയാം. S400 ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ്. അത് അതിന്റെ കൂടെ ഉള്ള ഒരു അക്സസറിയാണ് ഇതൊക്കെ. S400 ഇപ്പം സുദർശൻ ചക്ര എന്ന് പറയുന്നത് പൂർണ്ണ രൂപത്തിൽ വരുമ്പോഴത്തേക്ക് S400 മാത്രമല്ല, അതിന്റെ കൂടെ ഉള്ള മറ്റ് അക്സസറീസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് സുദർശൻ ചക്ര എന്ന് പറഞ്ഞ സിസ്റ്റം വരുന്നത്. അതിന്റെ സെന്റർ പോയിന്റ് ശരിക്കും നമ്മൾ ഈ സുദർശന ചക്ര എന്ന് പറയുമ്പോൾ അതൊരു ആയുധമല്ല, അതൊരു ഫുൾ സിസ്റ്റമാണ്. ഫുൾ സിസ്റ്റമാണ്. അതിനകത്ത് റഡാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ആൾക്കാർക്ക് നെഞ്ചിൽ തീ പടർത്തുന്ന ഒരു സാധനമാണ്. കാര്യം എന്ന് വെച്ചാൽ S400 ഇന്ത്യക്കുള്ള മാതിരി ചൈനയ്ക്കും ഉണ്ട്. ചൈന പോലുള്ള ഒരു രാജ്യത്തിന് ആക്രമണം വരുമ്പോഴത്തേക്ക് നമുക്ക് S400 മാത്രം പോരാ. അപ്പൊ അതിന്റെ കൂടെ അതിന്റെ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്രമണ ത്വരത കൂട്ടുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും ഈ AK-360 എന്ന് പറയുന്ന ഇത് എത്ര ആംഗിളിൽ ഇത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്? ഇതിന്റെ 120 ഡിഗ്രി വരെ അത് റൊട്ടേറ്റ് ചെയ്ത് ഫയർ ചെയ്യുമെന്നുള്ളതാണ് അവരുടെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഇപ്പോൾ റഷ്യൻ ഡിസൈൻ ആണ്. ഇപ്പൊ അവര് പുതിയ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരുപാട് ഏജ് ഓൾഡ് മെക്കാനിസമാണ്. 10-20 വർഷത്തിന് മുമ്പേ ഡിസൈൻ ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ ഇന്ത്യ പുതുതായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യത. ഡെവലപ്മെന്റ് ഇതിപ്പോ ഒരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലേ പോയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ സ്പെസിഫിക്കേഷൻ, അതുകൊണ്ടാണ് ഈ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ കൂടുതൽ പുറത്തു വിടാത്തത്. ഇനി അത് ഇതിന്റെ ഒരു നമ്മളൊരു ഫൈനൽ എത്ര കാലം കൊണ്ട് നിർമ്മിച്ചു വരാൻ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലേ പോയിട്ടുള്ളൂ. പക്ഷെ അത് വേണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ കിട്ടിയ വിവരം അനുസരിച്ച് നമ്മളത് വളരെ താമസിയാതെ തന്നെ അതെ ഇക്കാര്യങ്ങളിൽ ഇപ്പം ആഗസ്റ്റിലെ പ്രധാനമന്ത്രി പറഞ്ഞു, സെപ്റ്റംബറിൽ തന്നെ അതിന്റെ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ പോകുമെന്ന് അറിയുമ്പോഴത്തേക്ക് അതിന്റെ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ. ഇന്ത്യ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡിഫൻസിന്റെ പ്രൊക്യൂർമെന്റിൽ, പർച്ചേസിൽ, ബജറ്റിൽ ഒന്നും ഒരു ലോഭവും രാജ്യം കാണിക്കുന്നില്ല. ഇത് വളരെ എല്ലാവർക്കും ഇതിപ്പം നമ്മളത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മേജർ കമ്പനികൾക്കും ഡിഫൻസ് വിഭാഗമുണ്ട്. JSWനായാലും ഗോദ്രേജിനായാലും ടാറ്റയ്ക്കായാലും മഹീന്ദ്രയ്ക്കായാലും അംബാനിക്കായാലും അദാനിക്കായാലും ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ കമ്പനികൾക്കും ആയുധ നിർമ്മാണത്തിൽ കൂടി അവർക്ക് ഉണ്ട്. മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും എക്സ്പെർട്ടൈസ്, ഇവരുടെ എല്ലാവരുടെയും കപ്പാസിറ്റി, ഇവരുടെയൊക്കെ സ്പെയർ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഗോദ്രേജിന്റെയൊക്കെ സ്പെയർ കപ്പാസിറ്റിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവരുടെയൊക്കെ സ്പെയർ കപ്പാസിറ്റി ഡിഫൻസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാം. കാര്യം കമ്പനികൾക്കും താല്പര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പേയ്മെന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ അല്ല. ISROയുടെയും ഡിഫൻസിന്റെയൊക്കെ പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊജക്ട് തീരുന്നതിന് മുമ്പ് അവർ മുഴുവൻ എമൗണ്ട് റിലീസ് ചെയ്യും. കാര്യം ഇതിനുള്ള ഫണ്ടിന്റെ ഒരു പ്രശ്നം ഒരിക്കലും വരില്ല. അതുകൊണ്ട് അവരെല്ലാം ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും പുതിയ ഉണ്ടാക്കുന്ന പണം നിർലോഭം ചെലവഴിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയോജനവും കൂടി അതിൽ നിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ ടാറ്റ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. പുതിയ സാധനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവരുടെയും കൂടെ പ്രൈവറ്റ് മേഖലയുടെയും കൂടെ ഒരു വലിയ ഇൻവോൾവ്മെന്റ് കഴിവ് നമ്മൾ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതും വില കുറച്ച് നമുക്ക് ഇപ്പം നമ്മൾ ഒരു 10-20 വർഷം മുമ്പ് വാങ്ങിച്ചതിനേക്കാളും ചിലപ്പോൾ വില കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. വില കൂടുതലില്ല. കാര്യം അന്ന് നമ്മൾ ഒരു പ്രൊപ്രൈറ്ററി ഐറ്റം ആയതുകൊണ്ട് അവർ പറയുന്ന വിലയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിർമ്മാണ കോസ്റ്റ് അനുസരിച്ചുള്ള പൈസക്ക് നമുക്ക് അവരുടെ അടുത്ത് ആവശ്യപ്പെടാം. ഞാൻ ഇടയ്ക്കൊന്ന് ഈ ചോദിച്ചു വന്നതിൽ നിന്നൊന്നും വഴിമാറി പോയതാണ് ഈ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് ഞാൻ ചോദിച്ചു വന്നത്. അപ്പോൾ ഈ AK-360 എന്ന് പറയുന്നത് നമ്മൾ ഈ അങ്ങ് പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയുടെ കൈമാറി ആത്മനിർഭർ ഭാരതിൽ പെടുത്തി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കയറ്റുമതി ചെയ്യാനും സാധിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു 2035 നമ്മളെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം ഡിഫൻസ് എക്സ്പോർട്ട്. ഇപ്പൊ ശരിക്കും നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വ്യത്യാസം ഈ കാര്യത്തിലുണ്ട്.
എത്ര ശതമാനത്തിന്റെ വർധനവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഇപ്പൊ ഡിഫൻസ് മേഖലയിലുള്ള കമ്പനികളുടെ വരുമാനം വളരെ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതിനകത്ത് കണക്ക് കൂട്ടണം. മാത്രമല്ല ഈ അങ്ങനെ വരുമ്പോൾ ഒരു ഏതാണ്ട് എത്ര ശതമാനത്തിന്റെ വർധന, കാരണം ഒരു വലിയ ശതമാനം വർധനയാണ് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഡിഫൻസ് കമ്പനികൾ തന്നെ ഏകദേശം 9,000 ശതമാനമാണ് അവരുടെ ഷെയർ വാല്യൂ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൂടിയിരിക്കുന്നു. 9,000%. അപ്പം ജനങ്ങൾക്ക് ആ 9,000%. 100% ഈ പറഞ്ഞ പോലെ മാന്ത്രിക വെടി വീശിയപ്പോൾ സ്വർണ്ണമഴ പെയ്തു എന്നൊക്കെ പറയുന്ന പോലെ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ടാണ് നമ്മൾ ഉണ്ടായത്. അപ്പൊ ഇതിനകത്തൊക്കെ എന്തുമാത്രം പ്രത്യേകിച്ച് നേവൽ മേഖലയിൽ നമ്മൾ ഒരുപാട് അക്വിസിഷൻ നടത്തുന്നുണ്ട്. സെക്കൻഡ് ഡോക്ക് ബിൽഡേഴ്സ് ഉണ്ട്, ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഉണ്ട്, അവർ പിന്നെ ഡൈനാമിക് പിന്നെ ഭാരത് ഡൈനാമിക്സ് ഉണ്ട്, BHEL ഉണ്ട്. ഈ ഇങ്ങനെ ഒരു 9ഓളം നവരത്ന കമ്പനികളുണ്ട്. നവരത്ന ഗവൺമെന്റ് നവരത്ന കമ്പനി അല്ല, ഡിഫൻസിൽ ഒരു നവരത്ന കമ്പനിയാണ്. ഈ 9 കമ്പനികളും കൂടെ ഏകദേശം ആവറേജ് എല്ലാം 4,000-5,000% കഴിഞ്ഞ 7 വർഷം കൊണ്ട് അവരുടെ ഓഹരി മൂല്യം ഇത്രയും കൂടിയിട്ടുണ്ട്. ഈ മൂല്യം കൂടുന്നതിനനുസരിച്ചല്ല ഇത് ഗവൺമെന്റിനും ഇതിനകത്ത് 70% ഷെയർ ഉള്ളത്. അപ്പൊ ഗവൺമെന്റിന്റെയും ഓഹരി മൂല്യം കൂടി. അപ്പം നമുക്ക് ഡിഫൻസ് സെക്ടറിൽ ചുരുക്കി പറഞ്ഞാൽ മോദി ഇപ്പോൾ വളരെ സമ്പന്നനാണ്, ഭയങ്കര സമ്പന്നനാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇപ്പൊ ഇന്ത്യയുടെ തന്നെ 2 ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് 2 രാജ്യങ്ങൾ നൈജീരിയയും കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു, ഫിലിപ്പീൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചോപ്പറുകൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ബ്രാൻഡ് തന്നെ നമ്മൾ ഉണ്ടാക്കി. നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നുണ്ടെങ്കിലും വെളിയിൽ പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ, പണ്ട് നമ്മൾ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നൊക്കെ പറയുന്ന പോലെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അവര് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആയുധങ്ങള് അവര് ഒരു മറയും ഇല്ലാതെ വാങ്ങിക്കാൻ ലോകത്തെ ഈ പ്രത്യേകിച്ചും ചൈന ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ AK-360 കൂടുതൽ വിശേഷങ്ങൾ പുറത്തു വരട്ടെ, നമുക്കത് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം വ്യോമ പ്രതിരോധ മേഖലയിൽ വളരെ ശക്തമായ ഒരു എന്റെ കണക്കൂട്ടലനുസരിച്ചിട്ട് ഈ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ചിലപ്പോൾ കൂടാനാണ് സാധ്യത. കാരണം നമുക്ക് ത്രെട്ട് വളരെ കൂടുതലാണ്. അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും S-400 തന്നെ നമുക്ക് 5 എണ്ണം വേണം. അപ്പൊ അതിന് തന്നെ ഓരോന്ന് വരയ്ക്കുമ്പോൾ തന്നെ 5 എണ്ണം വേണം. പിന്നെ സ്പെയർ ഒരെണ്ണേ പറ്റത്തുള്ളൂ, ഒന്ന് പോരാ, 5-ന് 1 സ്പെയർ പോരാ. ഇല്ല, ഒരു 1-2 കൂടെ കൂടുതലാവാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. അതെ. എന്തായാലും അത് മാത്രമല്ല S-400 മാറി S-500 വരുന്നു എന്ന് കേൾക്കുന്നു. നമ്മൾ തന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും വരില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുടെ സുരക്ഷയും കൂടെ നമ്മളിപ്പോ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫിലിപ്പീൻസ് ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാണ്. അതെ, അല്ല പല അവര് ചൈനയിൽ നിന്ന് ഒരുപാട് ത്രെട്ട് നേരിടുന്നു. ഇപ്പൊ അറബ് രാജ്യങ്ങൾ പോലും നമ്മളുമായിട്ട് സഹകരിക്കാൻ വരുന്നുണ്ട്. മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ. അതെ, UAE-യും സൗദിയും നമ്മുടെ ആർമിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ട്, പ്രത്യേകിച്ചും ഈ പരിശീലനാദി വിഷയങ്ങളിൽ നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വലിയ ചുവടുവെപ്പാണ് നരേന്ദ്രമോദി. ആർമി, നേവി, എയർഫോഴ്സ് 3 പർച്ചേസിംഗ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്നിരിക്കുന്ന മാറ്റം, നമ്മളൊരു ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാഷ്ട്രം എന്നുള്ളതിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രം എന്ന വെറുതെ കയറ്റുമതി ചെയ്യുന്നില്ല, ഇന്ത്യയുടെ ഒരു തലയാട്ടലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അതെ, അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാവുന്നതല്ല. അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം AK-360 കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ.